വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം 99 രൂപയ്ക്ക് താഴെയുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ചുട്ടിക്കൂടി പഴയ ഒരു ടോപ്പ് കേട്ടോ. ഞാൻ ചുട്ടിക്കൂട്ടിയൊക്കെ വെച്ചിരുന്നെങ്കിൽ തേക്കാനൊന്നും വയ്യ. ലാക്മേയുടെ സ്കിൻ അൾട്ടൈം കളക്ഷൻ പെർഫെക്റ്റ് റേഡിയൻസ് ഡേ ക്രീമാണ്. വിത്ത് നിയാസിനമൈഡ് ആണ്. ഇതിന്റെ പ്രൈസ് 99 രൂപയാണ്. ഈ മോയ്സ്ചറൈസർ ഇതൊരു ക്രീമാണ്. ഇത് എസ്പെഷ്യലി ഫോർ ഓയിലി സ്കിൻ ആൻഡ് ഓയിലി നോർമൽ സ്കിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പറ്റുന്നൊരു ക്രീമാണ്. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇല്ല, തീർന്നു. ഇത് റിവ്യൂ ചെയ്തില്ലല്ലേ. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഓയിലി സ്കിൻ ഒത്തിരി ഓയിലി ആക്കത്തില്ല. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ സ്ഥിരം ഇടുമ്പോൾ നമ്മുടെ മുഖത്തുള്ള പാടുകൾ കുറയുന്നുണ്ട്. ആക്നെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. കൺട്രോൾ ഇൻ ദ സെൻസ് ഒരുപാട് വരത്തില്ല, എന്നാൽ ഫുൾ കുറയ്ക്കുന്നുമില്ല. മനസ്സിലായില്ലേ? ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്യും, അത്രേ ഉള്ളൂ. സ്മെല്ല് എനിക്ക് ഇഷ്ടം. നല്ല മൈൽഡ് ആയിട്ടുള്ള നല്ലൊരു സുഖമുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. നെക്സ്റ്റ് പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ പ്രൈസ് 99 രൂപയാണ്. ഇത് നല്ല ക്രീമി മോയ്സ്ചറൈസർ ആണ്. ഇത് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആകുന്നത് ഡ്രൈ ടു നോർമൽ സ്കിൻ ആണ്. ഓയിലി സ്കിൻ യൂസ് ചെയ്യാം, പക്ഷെ തണുപ്പ് കാലത്ത് മാത്രം. ഈ ചൂട് കാലത്തൊന്നും പറ്റത്തില്ല. അത്രയ്ക്ക് ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് തന്നെ വേറെ ഒന്നുണ്ട്. മീൻസ് ഇതിന്റെ ചെറുത്, ഇതും 99 രൂപയാണ്. ഇതിന്റെ ചെറുത് ഇതുപോലത്തെ ഒന്ന് കിട്ടും. അത് എല്ലാ സ്കിൻ ടൈപ്പിനും അടിപൊളിയാണ്. നല്ല ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് വെയിറ്റ് ആണ്. ഓയിലി സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് ചേരുന്നതാണ് കേട്ടോ. എന്തായാലും ഡ്രൈ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാണ്ടിരിക്കുന്നുമില്ല. നെക്സ്റ്റ് മിനിസോയുടെ ഷീറ്റ് മാസ്ക് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 60 രൂപയാണ്. ഇത് സൂപ്പറാണ്. നല്ല അടിപൊളിയായിട്ട് ഹൈഡ്രേറ്റ്, ചെറിയ പർജിങ് ഇല്ല, അതിനെ മാറ്റാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം പോലെ വേറൊരാളെ പറയാനുണ്ട്. ഗുഡ് വൈബ്സിന്റെ ഷീറ്റ് മാസ്ക് 99 രൂപയാണത്. പക്ഷെ നമുക്ക് ഓഫറിന് പലപ്പോഴും പർപ്പിളിൽ വില കുറച്ച് കിട്ടും. അതെനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പൊമ്പേനറ്റ് വെറൈറ്റി നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല. മുൻപ് കുറെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രയും വെറൈറ്റീസ് അവൈലബിൾ അല്ല. ബട്ട് എനിക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നെക്സ്റ്റ് സിസ്പീഡിയുടെ ലിപ് ലൈനേഴ്സ് ആണ്. ഇതിന്റെ പ്രൈസ് ഒറ്റയ്ക്ക് വാങ്ങിക്കുമ്പോഴത്തേക്ക് 79 രൂപയാണ്. ഞാൻ 2 ഷെയ്ഡ് കാണിച്ചു തരാം. ഒന്ന് ഒരു ബർഗണ്ടി ഷെയ്ഡാണ്. ഇത് എല്ലാവർക്കും അടിപൊളിയായിട്ട് ചേരുന്നതാണ്. ലൈറ്റ് സ്കിൻ ഓൺ ഒരു ന്യൂഡ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡ് ബർഗണ്ടി ആയിരുന്നേ. ഈ ഷെയ്ഡ് അടിപൊളിയാണ്. ഇതിന്റെ ഷെയ്ഡ് ചോക്കോ ന്യൂഡ് 03, പ്രൈസ് 79 രൂപ. ഇത് അടിപൊളിയെന്ന് ഞാൻ പറയത്തില്ല. മാൾസിന്റെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടില്ല. ബട്ട് 99 രൂപയ്ക്കകത്തുള്ള പ്രോഡക്റ്റ് പറയുമ്പോഴത്തേക്ക് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിഗ്മെന്റേഷൻ ഉണ്ട്. പിന്നെ ഇത്തിരി ഒന്ന് ഡ്രൈയിങ് ആണ്. അതുകൂടാണ്ട് ആ ക്രയോണ്ട് ഒരു സ്മെൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത തീരെ. നെക്സ്റ്റ് എൻവൈബയുടെ കാജലാണ്. ഇത് MRP വരുന്നത് 100 ഒക്കെയാണ്. പക്ഷേ ഇത് എപ്പോഴും 99 താഴെ നമുക്ക് പർപ്പിൾ അവൈലബിൾ ആണ്. നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. ആവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ജെറ്റ് ബ്ലാക്ക് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആവശ്യമുള്ള ഒരു ബ്ലാക്ക് കളർ ഇതിൻ്റെ അകത്തുണ്ട്. സോ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ് മിസ് ക്ലെയറിന്റെ ഓൺ സ്റ്റോക്ക് കാജലാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 95 രൂപയാണ്. ഇത് റിട്രാക്റ്റബിൾ കാജലാണ്. എൻവൈബയുടെ അത് തന്നെയായിരുന്നു. ഇത് കണ്ടോ, ഇതിനേക്കാൾ പിഗ്മെന്റേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ണി വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് പെർഫോമൻസ് കുറവായിട്ട് ഫീൽ ചെയ്യും. എസ്പെഷ്യലി ലാസ്റ്റിംഗ് പവർ നല്ല കുറവാണ്. കണ്ണിൽ വരയ്ക്കുമ്പോഴത്തേക്ക് ഒരുപാട് പിഗ്മെന്റേഷൻ നമുക്ക് നന്നായിട്ട് കിട്ടത്തില്ല. എസ്പെഷ്യലി നമ്മൾ വാട്ടർ ആയിട്ട് വരുവാണെങ്കിൽ ആ ടൈമിൽ വരച്ചുകൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് വാട്ടർ ആവുകയാണെങ്കിൽ പിഗ്മെന്റേഷൻ വരുന്നത് ഒന്ന് കുറയുന്നുണ്ട്. ആ പ്രശ്നം എൻവൈബയ്ക്ക് ഇല്ല കേട്ടോ. നെക്സ്റ്റ് ഡാസ്ലർ ഐലൈനർ ആണ്. 2 ഉണ്ട്. ഒരു ബ്ലൂ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിന്റെ ബ്ലൂ ഷെയ്ഡ് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് നല്ല ഇറച്ചു നിൽക്കുന്ന ബ്ലൂ ആണ് വരുന്നു. പക്ഷെ ഇത് നല്ല സെറ്റിൽ ബ്ലൂ ആണ്. പ്രൈസ് 99 രൂപയാണ്. ലോങ് ലാസ്റ്റിംഗ് അല്ല, നമുക്ക് യൂസ് ചെയ്യാം. ഡെയിലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. റിമൂവ് ചെയ്യാനൊക്കെ ഈസിയാണ് എന്ന് കരുതി ഇത് ട്രാൻസ്ഫർ ആകത്തൊന്നുമില്ല. പക്ഷേ വാട്ടറിനെ, നമ്മുടെ വേർപ്പിനൊക്കെ റെസിസ്റ്റിനുള്ള കഴിവില്ല. ജസ്റ്റ് നമുക്ക് നോർമൽ യൂസിന് കൊള്ളാം, മഴയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ബ്ലൂ ഹാവിന്റെ ഗെറ്റ് ബോൾഡ് മസ്കാരയാണ്. ഇതിന്റെ പ്രൈസ് 99 താഴെയാണ് എപ്പോഴും വരുന്നത് ഓൺലൈനൊക്കെ. ഒറിജിനൽ പ്രൈസ് അപ്പോൾ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇത് അടിപൊളി മസ്കാരയൊന്നുമില്ല, ജസ്റ്റ് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു കോട്ടിംഗ് ആയിട്ട് നമുക്ക് ഇടാനേ ഉള്ളൂ. അല്ലാണ്ട് ഇത് വോളിനെസ് ആക്കുക ലെങ്തനും ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഒരു മസ്കാര ഇടാം, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് മിസ് ക്ലെയറിന്റെ ഒരു ഐലൈനർ ആണ്. ലിപ് ലൈനർ ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. ഷെയ്ഡ് നെയിം ഫിസ്റ്റ റെഡോ L47 അങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 65 രൂപയാണ്. പ്രൈസ് നല്ല കുറവാണ്. പിഗ്മെന്റേഷൻ ആവശ്യത്തിനുണ്ട്. ഇത് സെയിം ഡ്രൈയിങ് ആണ്. ആ ക്രയോണിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നെക്സ്റ്റ് ഹിമാലയുടെ കാജലാണ്. ഇതിന്റെ പ്രൈസ് 50 രൂപയാണ്. ഇത് പൊട്ടിക്കാത്തതിന് കാരണം സെയിം എനിക്ക് വേറെ ഒന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. പക്ഷേ ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല ഈ കാജല്. പിന്നെ നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ കാജൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. കണ്ടു പിഗ്മെന്റേഷൻ സൂപ്പറാണ്. ബട്ട് പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് പോകും. നെക്സ്റ്റ് ലെക്സിന്റെ ബോഡി വാഷാണ്. ഇത് 99 രൂപയാണ്. ഇതിന് 245 ml കിട്ടുന്ന നല്ലൊരു ക്വാണ്ടിറ്റിയിൽ ഒരു ബോഡി വാഷ് കിട്ടുന്ന ഒരു ബ്രാൻഡ് ഇതാണ്. ഇതുണ്ട്, ഒരു പിങ്ക് കളറുണ്ട്, പിന്നെ ഒരു ഗ്രീൻ കളറും ഉണ്ടെന്നാണ് ഒരു വിശ്വാസം. ഇത് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. പക്ഷേ ഇതിന്റെ മണം ഇച്ചിരി സ്ട്രോങ് ആണ്. അതുകൂടാണ്ട് ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട് സ്കിൻ കേട്ടോ. പിന്നെ മണം ലോങ് ലാസ്റ്റിംഗ് അല്ല.
നെക്സ്റ്റ് ഒരു ഷവർ ജെല്ലാണ് സന്തൂറിന്റെ. ഇത് ലോഞ്ചിങ് പ്രൈസ് ആണ് 99, പിന്നെ വില കൂടുമായിരിക്കും. ഒറിജിനൽ പ്രൈസ് 135 തോന്നുന്നു. ഇത് 250 ml വരുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, സെയിം മറ്റതുപോലെ. പക്ഷെ ഇതിന്റെ അത്രയും ഡ്രൈ ആക്കുന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ മണം പറയുകയാണെങ്കിൽ സന്തൂറിന്റെ ഹാൻഡ് വാഷിലെ ഇതേപോലത്തെ ഒരു കളർ വന്നു, സാൻഡൽവുഡിന്റെ അതുപോലത്തെ ഒരു ഇതാണ്. പിന്നെ മോയ്സ്ചറൈസർ സ്കിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഡ്രൈ ആക്കുന്നില്ല, ഓവറായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. മണം ചെറുതായിട്ടൊന്ന് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് മീൻസ് 1-2 മണിക്കൂർ. ആ മണം കറക്റ്റ് മറ്റേ ഈ ഹാൻഡ് വാഷിന്റെ സ്മെല്ലാണ്. നെക്സ്റ്റ് എൻഗേജിന്റെ ഒരു പോക്കറ്റ് പെർഫ്യൂമാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 60 രൂപയാണ്. ഇതിന്റെ വെറൈറ്റി ഏതായിരുന്നു, കൂൾ അക്വയാണ്. ഇതൊരു ബ്രീസ് സ്മെല്ല് പോലെ, അങ്ങനെ മീൻസ് നമുക്കൊരു ആ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കിട്ടുന്നത്. ഫ്ലോറൽ സ്മെൽ ഇഷ്ടമല്ല, ഫ്രൂട്ടി സ്മെൽ ഇഷ്ടമില്ല, പിന്നെ പൗഡറി സ്മെൽ ഇഷ്ടമില്ല എന്നൊക്കെ ഉള്ളവർക്ക്, മറ്റേ സ്വീറ്റ് സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ട്രൈ ചെയ്യണം. നല്ല മൈൽഡാണ്, തലവേദന എടുക്കത്തില്ല. ഒരു 6 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ്. കുറച്ചൊരു സ്പേസിലൊക്കെ ഒതുങ്ങിയിരുന്നോളും. ഞാനത് ബാഗിലിട്ടൊക്കെ വരുന്നത് പൊതുവായിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. നെക്സ്റ്റ് വോവിൽ അലോവേര ജെല്ലാണ്. 99 രൂപയ്ക്ക് കിട്ടുന്നത് ഈ ചെറിയ പാക്കേജാണ്, 60 ml ഉള്ളത്. ഇത് അടിപൊളിയാണ്. നമ്മുടെ മുഖക്കുരു മാറ്റും, മുഖക്കുരുവിന്റെ പാടുകൾ മറയ്ക്കും, ഹൈഡ്രേറ്റ് ചെയ്യും, പിഗ്മെന്റേഷൻ മാറ്റി തരും, അങ്ങനെ എല്ലാം കൊണ്ട് തികഞ്ഞൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് ഇത്. നെക്സ്റ്റ് ബ്ലൂ ഹെവന്റെ ഐലൈനർ ആണ്. ഇതിന്റെ പ്രൈസ് 60 അങ്ങനെ എന്താണ്ടേ ഉള്ളൂ. ഇത് ജെറ്റ് ബ്ലാക്ക് അല്ല, ലോങ് ലാസ്റ്റിംഗ് അല്ല. നമുക്ക് നോർമലായിട്ട് ഡെയിലി ആയിട്ട് ഒരു ഐലൈനർ യൂസ് ചെയ്യണം, ഭയങ്കര വാട്ടർ റെസിസ്റ്റന്റ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണിത്. പിന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണ്, ഇവിടെ ലിഡൊക്കെ ഓയിലി ആകുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ട, കാരണം ഇവിടെ നിന്ന് മുകളിലോട്ട് ട്രാൻസ്ഫർ ആകും. നെക്സ്റ്റ് ഹിമാലയയുടെ പ്യൂരിഫൈയിങ് നീം ഫേസ് ജെല്ലാണ്. ഇതിന്റെ പ്രൈസ് 99 രൂപയാണ്. ഇതിന്റെ ക്വാണ്ടിറ്റി 90 രൂപയാണ്, 100 ml ആണ്. ഈ പ്രോഡക്റ്റ് ഞാൻ ഫേസിൽ യൂസ് ചെയ്ത് നല്ല ദുരന്തമായി, കാരണം എനിക്ക് ഫേസിൽ വലുതായിട്ട് പിമ്പിൾസ് വന്ന് പൊട്ടി ലാവയായിട്ടൊക്കെ ഒഴുകി ഭയങ്കര പ്രശ്നം. ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുരു വന്ന അടിയിൽ ഇങ്ങനെ ഇരിക്കും, അങ്ങനെ മനസ്സിലായില്ല, ഇങ്ങനെ വലുതായിട്ട് ബൾജ് ചെയ്ത് വരും. അങ്ങനെ എനിക്കിത് ഫേസിൽ തീരെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോഡക്റ്റ് ആണ്. പക്ഷെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഷേവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്രയും ഉപയോഗിച്ച് തീർത്തത്. ഇതിന്റെ തന്നെ വേറൊന്നും കൂടെ ഉണ്ട്. ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് അലോവേര ഫേസ് ജെൽ 100 ml 90 രൂപയാണ്. ഇത് ഞാൻ ട്രൈ ചെയ്തില്ല ഫേസിൽ, പേടിച്ചിട്ട്. കാരണം മറ്റേത് ട്രൈ ചെയ്തിട്ട് നല്ല പണി കിട്ടി, ഇതെനിക്ക് പേടിയായിപ്പോയി. ഞാനത് വച്ചേക്കുന്നത് കൊണ്ട് ഷേവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, ധൈര്യം ഉണ്ടെങ്കിൽ കേട്ടോ. കാരണം ഞാനിത് റിവ്യൂ ചെയ്തപ്പോഴത്തേനും ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് പ്രശ്നമുണ്ടായി, എൻ്റെ സ്കിൻ അങ്ങനെ ആയിപ്പോൾ എന്ത് ചെയ്യാൻ. ഡാസ്ലറിന്റെ ഒരു നെയിൽ പോളിഷ് ആണ് കേട്ടോ. നെയിൽ പെയിന്റ് അത്ര ലാസ്റ്റ് ചെയ്തില്ല, നെയിൽ പോളിഷ് ആവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 70 രൂപയാണ്. ഹിർഷ്ട്രെഡോ അങ്ങനെ എന്തോന്ന് ഷെയ്ഡെന്ന് തോന്നുന്നു. എനിവേസ് അപ്പോൾ ഇത് കാലിലിടുമ്പോഴത്തേക്ക് 1.5 ആഴ്ച കിടക്കുന്നുണ്ട്. കൈയിടുമ്പോഴത്തേക്ക് 2-3 ദിവസമേ കിടക്കത്തുള്ളൂ. എൻ്റെ കയ്യിലിരിപ്പോൾ ഉണ്ടാകുന്ന തോന്നുന്നു. നെക്സ്റ്റ് വീനസിന്റെ റൈസറാണ്. ഇത് വീനസിന് നമുക്ക് ഒരു വട്ടം യൂസ് ചെയ്യാൻ പറ്റുന്ന റൈസറാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 89 രൂപ, 60 അല്ല 89 രൂപയാണ്. നമുക്കിത് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാം. ഡിസ്പോസിബിൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് മാത്രം യൂസ് ചെയ്യാൻ നല്ലത്, അല്ലാണ്ട് റെഗുലറായിട്ട് നമ്മൾ ഡിസ്പോസിബിൾ വാങ്ങിക്കുന്ന പ്രകൃതിക്ക് ദോഷമാണ്. ഈ കവർ വേസ്റ്റ്, ഈ സാധനം വേസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഇൻസൈറ്റിന്റെ ഒരു ഹൈലൈറ്റർ ആണ്. ഇതിന്റെ പ്രൈസ് 99 താഴെ വരത്തുള്ളൂ. ഓൺലൈനൊക്കെ നമ്മൾ എന്തായാലും നോക്കുമ്പോഴത്തേക്ക്. ഇതിന്റെ ഷെയ്ഡ് 05 സാവേജ് ബാർബിയാണ്. ഇത് ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണിന് പറ്റിയ അടിപൊളി ഹൈലൈറ്റർ ആണ്. ഡീപ്പർ സ്കിൻ ടോണിന് ചിലപ്പം ചേർത്തില്ലായിരിക്കും. നല്ല ഡീപ്പർ സ്കിൻ ടോണിന് കൂൾ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതെനിക്ക് നല്ല പക്കയായിട്ട് നാച്ചുറൽ ആയിട്ടൊരു ലുക്ക് വരുന്ന ഒരു ഹൈലൈറ്റർ ആണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നുണ്ട്, കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഒരെണ്ണം പാലറ്റ് അല്ല, ആ പാൻ ഫുൾ കവർ കംപ്ലീറ്റ് ആകുന്നവരെ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് വാങ്ങിച്ചാണിത്. നെക്സ്റ്റ് സെയിം ബ്രാൻഡിന്റെ തന്നെ ബ്ലഷ് ആണ്. ഇതിന്റെ ഷെയ്ഡ് 04 വാട്ടർമെലോൺ പോപ്സിക്കിൾ ആണ്. അപ്പൊ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. നല്ല ഫെയർ സ്കിന്നോട് ചിലപ്പോൾ ഇച്ചിരി ഓവർ ആകാൻ ചാൻസ് ഉണ്ട്. നല്ല പിഗ്മെന്റേഷൻ, നല്ല ക്രീമിയാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല, ആവശ്യത്തിന് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓയിലി സ്കിന്നിൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കരുത്, ക്രീമി ആകുമ്പോഴത്തേനും. പിന്നെ നല്ല അടിപൊളി പിഗ്മെന്റേഷൻ ഉണ്ട് കേട്ടോ. എനിക്കിത് ഇഷ്ടമായതുകൊണ്ട്. ഈ പ്രൈസ് റേഞ്ച് നമ്മൾ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് വേണമെന്ന് അഹങ്കാരം പറയാൻ പാടില്ലല്ലോ. നെക്സ്റ്റ് ഒരു പോക്കറ്റ് പെർഫ്യൂം ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 70 രൂപയാണ്. യാർഡ്ലിയുടെ ഇംഗ്ലീഷ് ലാവൻഡർ ആണ്. ഇത് നല്ല ലാവൻഡറിന്റെ സ്ട്രോങ് സ്മെല്ല്, ഒരു ഫ്രഷ് സ്മെല്ല്, ഫ്ലോറൽ സ്മെല്ല് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ആ ഒരു സ്മെല്ല് ഇഷ്ടമാവുന്നവർക്ക് ട്രൈ ചെയ്യാം. പക്ഷെ തലവേദന എടുക്കത്തില്ല, പക്ഷെ ഇച്ചിരി സ്ട്രോങ് ആണ്. തുമ്മലും തലവേദനയും എടുക്കത്തില്ല, പക്ഷെ സ്ട്രോങ്ങും ആണ്. ആ ഒരു പരിധിയിൽ നിൽക്കും. ലാസ്റ്റിംഗ് ഒരു 5-6 മണിക്കൂറാണ്. നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒതുക്കി വയ്ക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഒരു നെയിൽ പോളിഷ് ആണ് ലൈറ്റിന്റെ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 60 രൂപയായിരുന്നു. ഇത് കയ്യിലിടുമ്പോഴത്തേക്കും ഒരു 3 ദിവസം ലാസ്റ്റ് ചെയ്യും, കാലിടുമ്പോഴത്തേക്കും 1.5 ആഴ്ച ലാസ്റ്റ് ചെയ്യും. അതും എന്റെ കയ്യിലിരിപ്പാണ്. നെക്സ്റ്റ് വേറെ നെയിൽ പോളിഷ് ആണ്, കളർ സെൻസിന്റെ. ഇതിന്റെ ഷെയ്ഡ് ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലേ. ഇത് M129 കോപ്പർ ഷൈൻ ആയിരുന്നു.
തൊട്ടുമുമ്പ് കാണിച്ച LITന്റെ 45 ആണ് ഷെയ്ഡ്. ഇത് കയ്യിലും ഒരു 2 ദിവസം കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്തോളും. അതെന്റെ കയ്യിരിപ്പാകാം. കാലിൽ വെച്ച് 2 ആഴ്ച ലാസ്റ്റ്. ഇന്ന് ഞാൻ അന്തം വിട്ടു. എന്റെ കാലിൽ ഇപ്പൊ ഇട്ടിട്ട് കുറെ ദിവസമായി, 2 ആഴ്ച എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. കാലിൽ അത് നന്നായിട്ട് കിടക്കുന്നുണ്ട്. സോ കയ്യിരിപ്പായിരിക്കും, കയ്യിൽ പെട്ടെന്ന് മാഞ്ഞെന്ന് തോന്നുന്നു. ഇതെന്നറിയാമോ, നമ്മള് കമ്മൽ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ക്യാമറയിൽ ഇങ്ങനെ സ്ക്രൂ തിരികെയാണ് നമ്മൾ ഈ ക്യാമറയിൽ ഫിറ്റ് ചെയ്തുള്ള നമ്മുടെ ട്രൈപോഡിൽ. അപ്പൊ നമ്മളിങ്ങനെ വയ്ക്കുമ്പോഴത്തേനും കയ്യിൽ നിന്ന് നെയിൽ പോളിഷ് പെട്ടെന്നുള്ള ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടത്. അതൊക്കെയാകാം നമ്മുടെ പ്രശ്നം കേട്ടോ, നെയിൽ പോളിഷിന്റെ ആയിരിക്കത്തില്ല. നെക്സ്റ്റ് 2 പ്രോഡക്റ്റ് ഇൻസൈറ്റിന്റെ ആണ്. ഒന്ന് വന്നിട്ട് NC2 ബേജ് ആണ്, ഇതൊരു കൺസിലർ ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഓറഞ്ച് കറക്റ്റർ ആണ്, NC6 ആണ്, ടാങ്കി ഓറഞ്ച്. 2 നല്ല ക്രീമിയാണ്, നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. പക്ഷെ ഓയിലി സ്കിൻ ഇത് സൂട്ടബിൾ ആകത്തില്ല, കാരണം ഒലിച്ചൊലിച്ച് പോകും. ഡ്രൈ സ്കിന്നിന് സുഖമായിട്ട് ട്രൈ ചെയ്യാം, അത്ര പിഗ്മെന്റേഷൻ ഉണ്ട്. സൂപ്പറാണ് ഈ പ്രൈസ് റേഞ്ചിന് കേട്ടോ. നെക്സ്റ്റ് ഒരു ഫേസ് വാഷ് ആണ്, ക്ലിയറിന്റെ ഫോമിംഗ് ഫേസ് വാഷ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 95 രൂപയാണ്. 50 ml ആണ് ഇതിന്റെ അകത്തുള്ളത്. ഇതിന്റെ വേറെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു മിന്റ് വെറൈറ്റി ഉള്ളത്. അപ്പൊ ഞാൻ ഇതാണ് ഇപ്പം വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് നന്നായിട്ട് ക്ലെൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ആക്നെ ഉള്ളവർക്ക് ആക്നെ മാറ്റാനൊന്നും സഹായിക്കത്തില്ല, ജസ്റ്റ് ഒരു ക്ലെൻസിങ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര 99 രൂപയിൽ താഴെ വരുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ വിചാരിച്ചില്ലല്ലോ ഇത്രയും പ്രോഡക്റ്റുകൾ ഈ പ്രൈസ് റേഞ്ചിന് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റും ഈ പ്രൈസിന്, കുറഞ്ഞ പ്രൈസിന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റിവ്യൂ കണ്ടിട്ട് ബെനിഫിറ്റ് തോന്നുന്ന പ്രോഡക്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. കിട്ടുന്നതിനൊക്കെ ലിങ്ക് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണ്. ബി ഹാപ്പി. ബൈ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ.